നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ 11:45 ജപ്പാനിലെ പ്രധാന ദ്വീപായ ഹോൺഷുവിന്റെ വടക്കുള്ള അമോറി പ്രവിശ്യയുടെ കിഴക്കൻ തീരത്ത് 20 കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനം ഉണ്ടായി. വടക്കുകിഴക്കൻ ജപ്പാനിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ചെറിയ സുനാമി തിരകൾക്ക് കാരണമായിട്ടുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിങ്കളാഴ്ച ഇതേ മേഖലയിലാണ് 7.5 തീവ്രതയുള്ള ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ജപ്പാനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പ പരമ്പരകൾക്ക് ശേഷം രാജ്യം ഇപ്പോൾ നിലനിൽപ്പിനായുള്ള അതീവ ഭീതിയിലാണ്. റിക്ടർ സ്കെയിലിൽ 8 അതിൽ കൂടുതലോ തീവ്രതയുള്ള മെഗാ ക്വേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള മരണതുല്യമായ മുന്നറിയിപ്പുമായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി. ഇതിനോടൊപ്പമാണ് ജപ്പാനിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് ബുധനാഴ്ച രാത്രി ആകാശത്ത് ഭയാനകമായ നീല വെളിച്ചം കണ്ടതായി റിപ്പോർട്ടുകൾ വരുന്നത്. അമോറി പ്രിഫെക്ചറിലെ നിവാസികളാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ക്യാമറകളിൽ പകർത്തിയത്. പിന്നാലെ ഇതെന്താണെന്ന ചർച്ചകളും സജീവമായി. എർത്തുക്വേക്ക് ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന അപൂർവ പ്രകൃതി പ്രതിഭാസമായിരുന്നു ഈ നീല വെളിച്ചം. എന്നാൽ ഇതിന് പിന്നിൽ എന്ത് എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. എർത്തുക്വേക്ക് ലൈറ്റനിങ്, എർത്തുക്വേക്ക് ഫ്ലാഷ് എന്നീ പേരുകളിലും ഈ പ്രതിഭാസം അറിയപ്പെടുന്നുണ്ട്. ഭൂകമ്പ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ ഉണ്ടാകുന്ന ഇടങ്ങളിലോ സമീപ പ്രദേശങ്ങളിലോ ആകാശത്ത് കാണാറുള്ള ഒപ്റ്റിക്കൽ പ്രതിഭാസമാണ് ഇത്. ഭൂകമ്പങ്ങൾക്ക് മുമ്പോ ശേഷമോ ഇവ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം മൂലം ഭൂമിയുടെ പുറംതൊടിൽ വൈദ്യുത ചാർജുകൾ സൃഷ്ടിക്കപ്പെടുകയും ഈ ചാർജുകൾ ഭൂമിക്ക് മുകളിലുള്ള വായുവിനെ അയോണീകരിക്കുകയും ചെയ്യുന്നത് മൂലമാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത് എന്നാണ് കരുതുന്നത്. എന്നിരുന്നാലും ഈ പ്രതിഭാസത്തിന് ഇപ്പോഴും ശക്തമായ ശാസ്ത്രീയ വിശദീകരണം ഇല്ല എന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറയുന്നത്. എർത്തുക്വേക്ക് ലൈറ്റ്സ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നതിൽ പോലും ജിയോ ഫിസിസ്റ്റുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂകമ്പ സമയത്ത് വൈദ്യുതി ലൈനുകളിലും ട്രാൻസ്ഫോർമറുകളിലും ഉണ്ടാകുന്ന പൊട്ടിത്തെറിയാകാം ഇവയെന്നും ഒരു വാദമുണ്ട്. സിസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക 2014 പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇത്തരത്തിൽ ഭൂകമ്പം മൂലമുണ്ടായ 65ഓളം എർത്തുക്വേക്ക് ലൈറ്റ്സിനെ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ ഭൂകമ്പങ്ങളിൽ 80% 5 തീവ്രതയിൽ കൂടുതലുള്ളതും കോണ്ടിനെന്റൽ റിഫ്റ്റ് പ്രദേശങ്ങളിൽ സംഭവിച്ചവയുമാണ്. ഈ പ്രദേശങ്ങളിലെ ഭൂമിയിൽ സമ്മർദ്ദം മൂലമുണ്ടാകുന്ന വൈദ്യുതി പ്രവാഹങ്ങൾ വേഗത്തിൽ മുകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നും ഇത് അന്തരീക്ഷത്തിൽ ദൃശ്യപ്രകാശം സൃഷ്ടിക്കുന്നു എന്നുമാണ് സിസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക പറയുന്നത്. പുരാതന ഗ്രീസിൽ തുടങ്ങി നൂറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള എർത്തുക്വേക്ക് ലൈറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീല, വെള്ള, ചുവപ്പ് നിറങ്ങളിലും ഇവ പ്രത്യക്ഷപ്പെടാം. എന്നിരുന്നാലും ഈ പ്രതിഭാസത്തെക്കുറിച്ച് ഇന്നും പഠനങ്ങളും ഗവേഷണങ്ങളും തുടരുകയാണ്. എർത്തുക്വേക്ക് ലൈറ്റ്സിനെ ഭൂകമ്പ പ്രവചനത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യതയിലും പഠനം നടക്കുന്നുണ്ട്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി നൽകുന്ന വിവരമനുസരിച്ച് വെള്ളിയാഴ്ച രാവിലെ 11:45 ജപ്പാനിലെ പ്രധാന ദ്വീപായ ഹോൺഷുവിന്റെ വടക്കുള്ള അമോറി പ്രവിശ്യയുടെ കിഴക്കൻ തീരത്ത് 20 കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനം ഉണ്ടായത്. ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും 2 മണിക്കൂറിന് ശേഷം അത് പിൻവലിച്ചു. ഹൊക്കൈഡോ, അമോറി പ്രവിശ്യകളിൽ ചെറിയ തിരമാലകൾ രൂപപ്പെട്ടെങ്കിലും ഗുരുതരമായ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ 34 പേർക്ക് പരിക്കേൽക്കുകയും പലയിടങ്ങളിലും വൈദ്യുതി വിതരണം നിലയ്ക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇവാറ്റെ പ്രവിശ്യയിലെ കുജി തുറമുഖത്ത് 2 അടിയിൽ കൂടുതൽ ഉയരത്തിൽ സുനാമി തിരകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെ റിക്ടർ സ്കെയിലിൽ 8 അല്ലെങ്കിൽ അതിലധികമോ തീവ്രതയുള്ള ഒരു മെഗാ ക്വേക്കും സുനാമിയും ഉണ്ടായേക്കാം എന്ന് ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടോക്കിയോയ്ക്ക് കിഴക്കുള്ള ചിബ മുതൽ വടക്കേ അറ്റത്തുള്ള പ്രധാന ദ്വീപായ ഹൊക്കൈഡോ വരെയുള്ള ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്താണ് ഈ ഭീഷണിയുള്ളത്. പ്രദേശവാസികൾ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തണമെന്നും ഏജൻസി അറിയിച്ചു. 2011 റിക്ടർ സ്കെയിലിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടായ സുനാമിയും മൂലം ഏകദേശം 20,000 ആളുകൾ മരിച്ചിരുന്നു. ഫുക്കുഷിമ ഡായിച്ചി ആണവ നിലയം തകരുകയും ചെയ്തിരുന്നു. ഈ പ്രദേശത്തിന് സമീപമാണ് അടുത്തിടെ ഭൂകമ്പങ്ങൾ ഇപ്പോൾ വീണ്ടും ഉണ്ടായത്. വൈകാതെ തന്നെ മെഗാ ക്വേക്ക് സംഭവിക്കുമെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയായ JMA പറയുന്നുമുണ്ട്. ഇത് ഉറപ്പായും സംഭവിക്കുമെന്ന പ്രവചനമല്ല, മറിച്ച് വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പാണ്. സംഭവിക്കാൻ 1% മാത്രമേ സാധ്യതയുള്ളൂ എന്നും JMA അറിയിച്ചിട്ടുണ്ട്. മെഗാ ക്വേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 അതിലധികമോ തീവ്രതയുള്ള തുടർചലനത്തിന് സാധ്യതയുണ്ട് എന്നാണ്. ഇത്തരം വിനാശകരമായ ഭൂകമ്പങ്ങൾ വിരളമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2011 ഏകദേശം 20,000 പേരുടെ മരണത്തിന് കാരണമായ ശക്തമായ ഭൂകമ്പം ഉണ്ടായതുപോലെ ഇനി സംഭവിച്ചാൽ നേരിടാൻ ജനങ്ങൾ സജ്ജമാകണമെന്നാണ് മുന്നറിയിപ്പ്.
ജപ്പാനിലെ കാലാവസ്ഥാ ഏജൻസി 2022 മുതലാണ് മെഗാ ക്വേക്ക് മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങിയത്. തീവ്രത 7-ലും കൂടിയ ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെയാണ് മെഗാ ക്വേക്ക് മുന്നറിയിപ്പ് നൽകുന്നതും. മെഗാ ക്വേക്ക് ഉണ്ടായാൽ ഇത് 98 അടി ഉയരമുള്ള സുനാമിക്ക് കാരണമാകും. 1,99,000 പേർക്ക് ജീവൻ നഷ്ടമാകും. 2,20,000 കെട്ടിടങ്ങൾ തകരും. ഏകദേശം $198 ബില്യൺ സാമ്പത്തിക നഷ്ടവും ഉണ്ടായേക്കാം. ഇതാണ് ജപ്പാനിന്റെ വിലയിരുത്തൽ. ഇത്തരമൊരു ദുരന്തം ശൈത്യകാലത്താണ് സംഭവിച്ചതെങ്കിൽ 42,000 പേരെ ഹൈപ്പോതെർമിയയും ബാധിക്കാം. തിങ്കളാഴ്ച രാത്രി 7.5 തീവ്രതയുള്ള ഭൂകമ്പമാണ് അമോറിയിൽ ഉണ്ടായത്. വടക്കൻ ഹോൻഷുവിലും അമോറിയിലും 54 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 60 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ചെറു സുനാമികളും ഉണ്ടായിട്ടുണ്ട്. 33 പേർക്കാണ് പരിക്കേറ്റത്. ഇതിന്റെ തുടർചലനങ്ങളുടെ സാധ്യതാ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. മെഗാക്വേക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സുനാമി തിരമാലകളുടെ ഉയരം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പല പ്രദേശങ്ങളെയും 30 മുതൽ 65 അടി വരെ ഉയരമുള്ള തിരമാലകൾ ബാധിച്ചേക്കാം. എന്നാൽ ഏറ്റവും ഭീകരമായ പ്രവചനം എരിമോ ടൗണിനും ഒമോറിയയിലെ പസഫിക് തീരങ്ങൾ, ഇവാറ്റെ, മിയാഗി, ഫുക്കുഷിമ തുടങ്ങിയ പ്രദേശങ്ങൾക്കുമാണ്. ഇവിടെ തിരമാലകളുടെ ഉയരം ഏകദേശം 100 അടി വരെ എത്താൻ സാധ്യതയുണ്ട്. 10 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഈ തിരമാലകൾ നഗരങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കിയേക്കാം. പടിഞ്ഞാറൻ ഹൊക്കൈഡാമയിലെ ടോമോകോമോയി, ഹക്കോഡേറ്റ് പോലുള്ള പ്രദേശങ്ങളും 30 അടി തിരമാലകളുടെ ഭീഷണിയിലാണ്. ജപ്പാന്റെ നവീകരിച്ച ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനങ്ങൾ. ഡിസംബർ 16 മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഈ വിപത്ത് സംഭവിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ കടുത്ത ഭീതിയിലും അനിശ്ചിതത്വത്തിലുമാക്കിയിരിക്കുകയാണ് ഇത്. രാജ്യം മുഴുവൻ ഈ ദുരന്തം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ച് ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ജപ്പാന്റെ മെഗാ ക്വേക്ക് മുന്നറിയിപ്പ് രാജ്യത്തുടനീളം വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു. ചില ബീച്ചുകൾ അടച്ചുപൂട്ടുകയും പരിപാടികൾ പലതും റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇത് വിനോദസഞ്ചാരികളുടെ വരവിനെയും ബാധിച്ചിട്ടുണ്ട്. അവശ്യ വസ്തുക്കൾ സംഭരിക്കാനുള്ള തിരക്കായിരുന്നു എല്ലായിടത്തും. ടോക്കിയോയിൽ പോലും സൂപ്പർ മാർക്കറ്റുകൾ കാലിയാകുന്ന സാഹചര്യം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മുന്നറിയിപ്പിൽ ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകാൻ കേവലം 1% മാത്രമേ സാധ്യതയുള്ളൂ എന്ന് കാലാവസ്ഥാ വിഭാഗം എടുത്തു പറയുന്നുണ്ട്. മലയാളി വാർത്ത പ്ലസ്. കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.